കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ ഭാഗത്ത് പാറമ്മൽ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് 5 സെൻറ്റ് വീതമുള്ള ഹൗസ് പ്ലോട്ടുകളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ കച്ചവടക്കാരാണെന്നുണ്ടെങ്കിൽ 5 സെൻറ്റ് ഹൗസ് പ്ലോട്ടുകളായിട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു 15 സെൻറ്റ് സ്ഥലമാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഈ പെരുമണ്ണ പാറമ്മലിൽ നിന്ന് ശിവക്ഷേത്രത്തിൻ്റെ ഈ റോഡ് ഈ ഒരു വീതിയിലുള്ള പുതിയ റോഡാണ്, പുതിയ ടാർ റോഡാണ് വരുന്നത്. ഈ ടാർ റോഡ് വന്നിട്ട് നേരെ നമ്മുടെ സൈറ്റിലേക്കാണ് കയറുന്നത്. ഈ സൈറ്റിൽ നമ്മുടെ ഒരു 15 സെൻറ്റ് പ്ലോട്ടാണ് ഈ കാണുന്നത്. നിലവിൽ അത്ര വൃത്തിയാക്കിയിട്ടിട്ടില്ല. ഓണർ ഇപ്പോൾ മണ്ണൊക്കെ അടിച്ചിട്ട് വൃത്തിയാക്കി വെക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ ഒരു റോഡ് ചെയ്തിട്ട് ഒരു 3 ഹൗസ് പ്ലോട്ടുകളായിട്ട് മാറ്റാനാണ്, അതായത് 5 സെൻറ്റ് വീതമുള്ള ഹൗസ് പ്ലോട്ടുകളാക്കി മാറ്റാനാണ് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുള്ളത്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ടൗണിനോട് നേരെ ചേർന്നിട്ടുള്ള പഞ്ചായത്താണ് പെരുമണ്ണ പഞ്ചായത്ത്. പെരുമണ്ണ പഞ്ചായത്തിൽ പെരുമണ്ണ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററൊക്കെ ഉള്ളൂ പെരുമണ്ണ ബസ് സ്റ്റാൻഡിലേക്ക്. അതേപോലെ തന്നെ സ്കൂള്, കോളേജ്, എല്ലാ സംഭവങ്ങളും, അതുപോലെ അങ്ങാടി, ടൗണിലേക്ക് വെറും മീറ്ററുകൾ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ഒരു സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ടൗണിലേക്ക്. ഇത്രയും അടുത്ത് ടൗൺ ആക്സസും സ്കൂൾ ആക്സസും അതുപോലെ തന്നെ കറണ്ടും വെള്ളവും തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളുള്ള ഒരു പ്ലോട്ടാണ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ആക്ച്വലി ഈ റോഡ് വരുന്നത് മുന്നേ പഞ്ചായത്ത് റോഡായിരുന്നു, പക്ഷേ ഇപ്പോൾ PWD ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ റോഡ് ഡയറക്റ്റ് ചെന്നെത്തുന്നത് പറഞ്ഞാൽ പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട്, പാലക്കാട് കോഴിക്കോട് പുതിയ ഹൈവേ വരുന്ന ആ റീച്ചിലേക്കാണ് ഈ റോഡ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ PWD ഏറ്റെടുത്ത് വികസനവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണിത്. ഈ റോഡിൽ നിന്നാണ് ഡയറക്റ്റ് നമ്മുടെ പ്ലോട്ടിലേക്ക് ആക്സസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 5 സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ടാണ് മുറിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ഈ 5 സെൻറ്റ് അല്ല, നമുക്ക് ഇതിനെന്ത് ചെയ്യാം, 3 സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ടും മുറിച്ചു കൊടുക്കും. അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറ്റിന് വെറും 4 ലക്ഷം രൂപയാണ്. ഇപ്പോൾ കോഴിക്കോട് ടൗണിൽ നിന്ന് വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്കുള്ളത്. ഇപ്പോൾ ഹൈലൈറ്റ് മാളാണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ഡെക്കാത്ലോണ്, പിന്നെ അതുപോലെ ഒരുപാട് മാളുകൾ, അതുപോലെ ഹോസ്പിറ്റൽസ്, നമ്മുടെ ഹാർട്ട് കെയർ ഹോസ്പിറ്റൽ അടക്കമുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലോട്ടാണിത്. അതുപോലെ തന്നെ പെരുമണ്ണ ബസ് സ്റ്റാൻഡിലേക്കാണെങ്കിൽ പോലും 1 കിലോമീറ്ററൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ദൂരം വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. എന്താ വെച്ചാൽ നമുക്ക് റോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്ത് കൂടെ ഒരു റോഡ് ചെയ്തിട്ട് ഇവിടെ 3 സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളാക്കി വീടിന് കൃത്യമായിട്ട് മുറിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓണറുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ഇതിൽ തെങ്ങും കവുങ്ങും ഒക്കെ നന്നായിട്ട് വളരുന്ന ഒരു പ്ലോട്ട് തന്നെയാണ്. ഈ പ്ലോട്ടിനെ ഒരു റോഡ് വെട്ടി വൃത്തിയാക്കി, പിന്നെ 3 സെൻറ്റ് വീതമുള്ള, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം, 3, 5, 6, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ആ രീതിയിൽ പ്ലോട്ട് കൃത്യമായിട്ട് മുറിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. റോഡ് ആക്സസ് ഉണ്ട്, സ്കൂൾ ആക്സസ് ഉണ്ട്, പിന്നെ കടകളുണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. നിലവിൽ ഇതിൻ്റെ പേപ്പർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഞ്ച കാറ്റഗറിയിലാണ് ഈ പേപ്പേഴ്സ് വരുന്നത്. നഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാടം എന്നുള്ള കാറ്റഗറിയാണ് വരിക. പാടം എന്നുള്ളത് നിലവിൽ ഈ പാടം മാറ്റാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാടം മാറ്റിയല്ലാതെ നമുക്ക് വീട് വെക്കാനൊക്കെ ആണെങ്കിൽ നിലവിലുള്ള പുതിയ റൂള് പ്രകാരം വീട് വെക്കുന്നതിന് 10 സെൻറ്റ് വരെ നമുക്ക് മണ്ണിട്ടിട്ട് റെസിഡൻഷ്യൽ പരിപാടികൾ തുടങ്ങാനുള്ള പെർമിഷൻ നിലവിലുള്ള സർക്കാർ റൂള് പ്രകാരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 3, 4, 5 സെൻറ്റിലൊക്കെ ആയിട്ട് വീട് വെക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നഞ്ച കാറ്റഗറി നിങ്ങൾക്ക് വീട് വെക്കുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല. കൂടാതെ ഈ മുറിച്ച് വിൽക്കുന്ന ലാൻഡ് ആയതുകൊണ്ട് പേപ്പർ വർക്കുകളിൽ പക്കയായിരിക്കും. നിങ്ങൾക്ക് പേപ്പർ ക്ലിയർ ആക്കി ഓണർ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ക്ലിയർ ആക്കി നിങ്ങൾക്ക് തരും. അപ്പോൾ പേപ്പേഴ്സിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്കൂള്, കോളേജ്, ആരാധനാലയങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അമ്പലം തൊട്ടടുത്ത് തന്നെ അമ്പലവും കാര്യങ്ങളും ഉണ്ട്. സ്കൂൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൗണിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ കോളേജും കോഴിക്കോട് ടൗണ് വളരെ അടുത്ത് തന്നെയാണ് ആക്സസ് വരുന്നത്. ഇനിയിപ്പോൾ അതല്ല, റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ ബസ് സ്റ്റാൻഡൊക്കെ നോക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡ് നമുക്ക് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് റൂട്ട്, അതായത് ബസ് ആക്സസ് ആണെന്നുണ്ടെങ്കിൽ വെറും ഇവിടുന്ന് നടക്കാനുള്ള 5 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിൽ ബസ് ആക്സസ് ഉണ്ട്. ഈ റോഡ് പോകുന്ന നേരത്തെ പറഞ്ഞു ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്കുള്ള റൂട്ടാണ്, PWD റോഡാണ്. ഇതൊക്കെ ആക്സസ് ഉള്ള അടുത്ത് ഹോസ്പിറ്റൽ, കോളേജ്, സ്കൂള്, പിന്നെ തൊട്ടടുത്ത് തന്നെ ഷോപ്പുകൾ തുടങ്ങിയിട്ട് എല്ലാ ആക്സസ് ഉള്ള ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും 4 ലക്ഷം രൂപയാണ്. നേരത്തെ പറഞ്ഞു 3, 4, 5 സെൻറ്റുകളായിട്ട് ഇത് മുറിച്ചു കൊടുക്കും. വെള്ളത്തിൻ്റെ സൗകര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഏതൊരു സ്ഥലത്തും കോഴിക്കോട് ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഫ്രഷ് വാട്ടർ കിട്ടാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മൾ ഈ ഒരു 3, 4 സെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ
ചെറിയ വീതിയില്ലാത്തൊരു ചെറിയൊരു കിണർ കുഴിച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ആഴത്തിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിണറുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു കിണർ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഏതൊരു സ്ഥലത്തും കിണർ കുഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വേനലിലും പറ്റാത്ത വെള്ളം തന്നെയാണ് നമുക്കിവിടെ കിട്ടുക. അത്തരത്തിൽ വെള്ളം, കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഏതൊരു സൗകര്യങ്ങളും മാളടക്കം റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അടക്കം എല്ലാത്തിലേക്കും ഈസി ആക്സസ് ഉള്ള ഈ ഒരു അടിപൊളി പ്ലോട്ട് സെൻറ്റിന് വെറും 4 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.